ഹലോ, അസ്സാം വലൈക്കും. അപ്പോൾ നമ്മുടെ ബാഗ് ക്ലാസ്സിൻ്റെ മെറ്റീരിയൽസൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഏകദേശമൊക്കെ നമുക്ക് സാധനം സ്റ്റോക്ക് വന്നിട്ടുണ്ട്. ഇനിയും കുറച്ച് ബീഡ്സുകൾ വരാനുണ്ട്. അതുപോലെ തന്നെ കുറച്ച് ക്ലച്ചസ് ഒക്കെ വരാനുണ്ട്. അപ്പോൾ അതാ ഞാൻ വന്നാൽ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം കേട്ടോ എന്തൊക്കെയാണെന്നുള്ളത്. അപ്പോൾ ക്ലാസ്സിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മൾ 10 മോഡൽസാണ് പഠിപ്പിക്കുന്നത്. അപ്പോൾ മാർച്ച് 25-ാം തീയതി ആട്ടോ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ മെസ്സേജ് ചെയ്യാം. അപ്പോൾ നമുക്ക് നമ്മുടെ ക്ലച്ചസ് ഇതിൻ്റെ നമുക്ക് 20 സെൻറ്റിമീറ്ററിൻ്റെ ആണ് ഇത് വന്നിരിക്കുന്നത്. സിൽവറും ഗോൾഡും ഉണ്ട്. നിങ്ങൾക്ക് ക്ലാസ്സിനല്ലാതെ നിങ്ങൾക്ക് വേണ്ടവർക്ക് അങ്ങനെ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ് കേട്ടോ. ഇത് പിന്നെ ഇത് ആക്രിലിക് ഷീറ്റാണ്. ഇത് നമ്മൾ ബാഗ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ. അത്യാവശ്യം പീസുണ്ട്. ഇത് ഇനിയും ഉണ്ട്. നമുക്കത് ഒരു ബാഗിന് 2 പീസ് വെച്ചിട്ടാണ് ഒരു ബാഗിന് എടുക്കുന്നത്. അപ്പം അത്യാവശ്യം വേണം ഇത്. അപ്പോൾ ഇനിയും നമുക്ക് സ്റ്റോക്ക് വന്നിട്ടുണ്ട്. ഇവിടെയും കെട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. ഓക്കെ, പിന്നെ നമ്മുടെ പേൾ ബീഡ്. ഇത് നമുക്ക് പെട്ടെന്ന് കളർ പോകാത്ത ടൈപ്പ് ഉള്ളതാണ് കേട്ടോ. ഇത് 8 mm സൈസിലാണിത്. പിന്നെ ഇനിയുണ്ട് പേൾ ബീഡ്സ്. പിന്നെ ക്രിസ്റ്റൽ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഗ്ലാസ് ബീഡ്. പിന്നെ അതിൻ്റെ നമ്മൾ യൂസ് ചെയ്യുന്ന ടങ്കീസ്. ഇത് 60 mm ആണ് കേട്ടോ. പിന്നെ ഉള്ളത് നമ്മുടെ 8 mm സൈസിൽ വരുന്ന ക്രിസ്റ്റലാണ് കേട്ടോ ഇത്. ഇപ്പം നമുക്ക് ഈ ഒരു 4 കളറിലാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. അതായത് ഒരു നല്ലൊരു ഗ്രേ കളറാണ്. പിന്നെ ഗോൾഡ്, ബ്ലൂ, ഒരു മിക്സർ, ഒരു മൾട്ടി കളർ. ഇങ്ങനത്തെ 4 കളറിലാണ് വന്നിരിക്കുന്നത്. അത്യാവശ്യം പീസ് വേണം. നമുക്കിപ്പോൾ ഒരു ബാഗ് ചെയ്യാൻ തന്നെ 3 പാക്കറ്റ്, അതായത് ഇതുപോലത്തെ 3 പാക്കറ്റാണ് നമ്മളൊരു ബാഗിന് യൂസ് ചെയ്യുന്നത് കേട്ടോ. ഇത് പിന്നെ മൾട്ടി കളറ്, ബ്ലൂ. ഇപ്പോൾ ക്രിസ്റ്റലിൻ്റെ നമുക്കിപ്പോൾ 4 കളറാണ് വന്നിരിക്കുന്നത്. ഇനി നമുക്കൊരു വൈറ്റ് ഒക്കെ വരാനുണ്ട്. വൈറ്റ്, ബ്ലാക്ക്, പിന്നെ ഒരു ഡാർക്ക് ബ്ലൂ, അതൊക്കെ ഇനി വരാനുണ്ട്. ഇപ്പോൾ വന്നിരിക്കുന്ന സ്റ്റോക്കിൽ ഇത്രയും കളേഴ്സാണ് കേട്ടോ ഉള്ളത്. പിന്നെ നമുക്കൊരു ക്രാക്കറ്റ് ബീഡ്സിൻ്റെ, നമ്മൾ സാധാരണ ബ്രേസ്ലെറ്റൊക്കെ ചെയ്യുന്നതിൻ്റെ ക്രാക്കറ്റ് ബീഡ്സിൻ്റെ ഒരു പ്ലാസ്റ്റിക് ടൈപ്പ്. പക്ഷെ നമുക്ക് കണ്ടിട്ടുണ്ടെങ്കിൽ ആ ഒരു ഗ്ലാസ് ടൈപ്പ് തന്നെയാണെന്ന് തോന്നത്തുള്ളൂ. ഒരു പ്ലാസ്റ്റിക് ടൈപ്പ് ഇതുപോലെ ഇങ്ങനെ പാക്കറ്റിനകത്താണ് കേട്ടോ വരുന്നത്. അപ്പോൾ ഇത് നമ്മളിങ്ങനെ പാക്കറ്റായിട്ട് തന്നെയാണ് കൊടുക്കുന്നത്. ഇതിൻ്റെ ഒരുപാട് കളേഴ്സ് ഉണ്ട് കേട്ടോ. പിങ്ക്, ബ്ലൂ, പിന്നെ ഗോൾഡൻ, പർപ്പിള്, ഒരു ഡാർക്ക് ബ്ലൂ, ഗോൾഡ്. ഇതൊക്കെ നമുക്ക് അത്യാവശ്യം വലിയ റേറ്റ് വരുന്നില്ല. ഒരു ½ kg 370 ആ ഒരു പ്രൈസൊക്കെ ഇതിനകത്ത് വരുന്നുള്ളൂ കേട്ടോ. ബ്ലൂ. അപ്പോൾ ഈ ഒരു ടൈപ്പ് ബീഡ്സ് ഇങ്ങനത്തെയാണ്. പിന്നെ വരുന്നത് നമുക്ക് ഗ്ലാസ് ടൈപ്പിൻ്റെ ഈ ഒരു ടൈപ്പ് ഗ്ലാസ് ടൈപ്പ്, ഈ ഒരു ബീഡ്സ്. ഇത് നമ്മുടെ ബാഗിന് വേണ്ടിയിട്ടുള്ളതല്ല കേട്ടോ. ഇത് ഞാൻ നമ്മുടെ ബോയ്സിനൊക്കെ, കുട്ടികൾക്കാണെന്നുണ്ടെങ്കിലും ബോയ്സിന് നമുക്ക് ബോയ്സിനും ബ്രേസ്ലെറ്റ് ചെയ്യാൻ പറ്റിയ ടൈപ്പുള്ള ഒരു വുഡൻ്റെ ബീഡ്സാണ്. ഇത് ഞാൻ ഇതിൻ്റെ കൂട്ടത്തിൽ അങ്ങനെ എടുത്തതാണ്. വുഡനാണ് വരുന്നത് കേട്ടോ. ബോയ്സിനും ബ്രേസ്ലെറ്റ് ചെയ്യാൻ പറ്റുന്നതാണിത്. ഓക്കെ, അപ്പോൾ അത്യാവശ്യം നമുക്ക് ഇത്രയും ഐറ്റംസാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ഇനിയും വരാനുണ്ട്. ഇനിയും പറഞ്ഞല്ലോ, നമുക്ക് ബോക്സ് ടൈപ്പ് ബാഗ് ചെയ്യാനുള്ള ക്ലച്ചസ് ഒക്കെ വരാനുണ്ട്. ഇനിയും ബീഡ്സുകളൊക്കെ ഇനിയും വരാനുണ്ട് കേട്ടോ. നമുക്ക് ഇത്രയും 10 മോഡൽസ് ആണല്ലോ വരുന്നത്. അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള ഇനിയും മെറ്റീരിയൽസൊക്കെ വരാനുണ്ട്. അപ്പോൾ ഇപ്പോൾ ഇത്രയാണ് വന്നിരിക്കുന്നത്. നമുക്കിപ്പം മെറ്റീരിയൽസിനൊക്കെ പേയ്മെൻറ്റ് ചെയ്തവർക്കൊക്കെ അയച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ക്ലാസ്സിന് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ എനിക്ക് മെസ്സേജ് ചെയ്യാം കേട്ടോ.
അപ്പോൾ ഞാൻ ഡീറ്റെയിൽസ് ഇട്ട് തരാം, എന്തൊക്കെയാണോ ഏത് മോഡൽസൊക്കെയാണ് പഠിപ്പിക്കുന്നതെന്നുള്ളത് ഞാൻ ഇട്ട് തരാം. ഓക്കെ, അപ്പോൾ ഞാൻ ഇപ്പോൾ കാണിച്ചിരിക്കുന്ന ക്ലാസ്സിനല്ലാതെ നിങ്ങൾക്ക് പാക്കറ്റായിട്ട് ഇതൊക്കെ നമ്മൾ പാക്കറ്റായിട്ട് കൊടുക്കത്തുള്ളൂ കേട്ടോ, ലൂസായിട്ട് ഉണ്ടാവത്തില്ല. അപ്പോൾ നിങ്ങൾക്ക് ഇത് പാക്കറ്റായിട്ട് അതുപോലെ തന്നെ ക്ലച്ചസ് അതൊക്കെ വേണ്ടവർ മെസ്സേജ് അയക്കാം. അപ്പോൾ ഓക്കെ, ബൈ.